നമസ്കാരം. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുകയാണ്. നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി ഞാൻ ഉമേഷ് ശിവരാമൻ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. റിനു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ? റിനു. ഗുഡ് മോർണിംഗ് ഉന്മേഷ. തെക്കൻ കേരളത്തിൽ പൊതുവെ ഇന്നും വലിയ വാർത്തകൾ തന്നെയാണ് നമുക്ക് പങ്കിടാൻ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭാ സമ്മേളനം തന്നെയാണ്. ഇന്നും നിയമസഭാ സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകാതെ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് സഭയെ കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം നോക്കുന്നത്. അഭിഭാഷക ക്ഷേമനിധി ബില്ലടക്കം 3 നിയമനിർമ്മാണ ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പൊതുമരാമത്ത്, ടൂറിസം, ഭക്ഷ്യ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചകൾ ഇത് സഭയിൽ വരുന്നു എന്നുള്ളതാണ്. ഇതിനിടെ വലിയ പ്രതിഷേധം ശക്തമാക്കാൻ ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം LDFിനകത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളാണ്. ഇന്ന് ആദ്യം മുഖ്യമന്ത്രിയുടെ സമയമനുസരിച്ച് CPIയുമായി ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഒരു സീറ്റ് പോലും ഒരു ഘടകകക്ഷികളും അധികമായി ചോദിച്ചിട്ടില്ല. പക്ഷേ ചില സീറ്റുകൾ വെച്ചുമാറാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 25 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. അത് അതേ സീറ്റുകളിൽ തന്നെ മത്സരിക്കുവാനും ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ചില സീറ്റുകൾ വെച്ചുമാറാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെടുമങ്ങാട് പ്രസവ ശസ്ത്രക്രിയക്കിടെ നവജാത ശിശു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KGMOയെ വലിയ പ്രതിഷേധമാണ് നെടുമങ്ങാട് ആശുപത്രിയിൽ നടത്തിയിരുന്നത്. ഈ സൂപ്രണ്ടിനെ ആക്രമിച്ചു, ഒപ്പം ഒരു റിപ്പോർട്ടും തേടാതെ ആ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളതാണ് ഈ ഡോക്ടർമാരുടെ സംഘടന പറയുന്നത്. ഇന്ന് മുതൽ ജില്ലയിൽ മുഴുവനായി വ്യാപിപ്പിക്കുവാൻ വേണ്ടി OP അടക്കം ബഹിഷ്കരിച്ചുകൊണ്ട് ജില്ലയിൽ മുഴുവനായി ആ സമരം വ്യാപിപ്പിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് KGMO പോകും എന്നുള്ള നിലവിലെ വിവരം നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ആശുപത്രികളിലും, തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും പണിമുടക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇന്ന് ഡോക്ടർമാരുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഉന്മേഷ്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ എയർ ആംബുലൻസ് തകർന്ന് രോഗിയും ഡോക്ടറും ഉൾപ്പെടെ 7 പേർ മരിച്ചു. റാഞ്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനം ഛത്ര ജില്ലയിലെ സമരിയ ഗ്രാമത്തിലാണ് തകർന്നു വീണത്. മരിച്ചവരിൽ 2 പേർ വിമാന ജീവനക്കാരാണ്. ഇന്നലെ രാത്രി 7:30 അപകടമുണ്ടായത്. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ അപകട കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. അതീവ ദാരുണമായ ഒരു അപകടമാണ് ഇന്നലെ വൈകിട്ട് 7:45 ജാർഖണ്ഡിലുണ്ടായത്. റാഞ്ചിയിലെ ബിർസ മുണ്ട വിമാനത്താവളത്തിൽ നിന്നും വൈകിട്ട് 7:11 പറന്നുയർന്ന വിമാനത്തിന് റഡാറുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട്. തൊട്ടു പിന്നാലെ തന്നെ ഈ വിമാനം തകർന്നു വീണതായുള്ള വിവരവും പുറത്തു വന്നു. ഛത്ര ജില്ലയിലെ സമരിയ ഗ്രാമത്തിലായിരുന്നു ഈ വിമാനം തകർന്നു വീണത്. ഈ വിമാനത്തിൽ റാഞ്ചിയിൽ നിന്നും ഉള്ള ഒരു രോഗി അടക്കം 7 പേരാണ് ഉണ്ടായിരുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റതിനെ തുടർന്ന് ഡൽഹിയിൽ അതിവിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുവരികയായിരുന്ന സഞ്ജയ് കുമാറും അദ്ദേഹത്തിൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടറും ഒരു മെഡിക്കൽ അറ്റൻഡൻറ്റും 2 വിമാന അറ്റൻഡന്റുമാരും കൂടാതെ 2 പൈലറ്റുമാരും അടക്കമുള്ള 7 പേരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. റെഡ് ബേർഡ് എയർവേസിൻ്റെ ബീച്ച് ക്രാഫ്റ്റ് C90 വിമാനമാണ് തകർന്നു വീണത്. ഈ വിമാനം തകർന്ന ഉടൻ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ AFP സംഘത്തെ അയച്ചിട്ടുണ്ട്. DGCയെ പരിശോധനകൾ ഈ പ്രദേശത്ത് ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ സംഘവും ഇവിടെ അപകട വിവരം പുറത്തു വന്ന ഉടൻ തന്നെ എത്തിച്ചേർന്നിരുന്നു ആദ്യഘട്ടത്തിൽ. എന്നാൽ സഞ്ജയ് കുമാറിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും പിന്നീട് മറ്റ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുമായിരുന്നു. എന്തായാലും വിമാനത്തിലുണ്ടായിരുന്ന 7 പേരും ഈ അപകടത്തിൽ മരിച്ചതായി രാത്രി തന്നെ സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുകയാണ്. അപകട കാരണം സംബന്ധിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ DGCയെ ഉടൻ തന്നെ പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതീവ ഗൗരവത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ചെറുവിമാനങ്ങൾക്ക് തുടർച്ചയായി രാജ്യത്ത് അപകടമുണ്ടാകുന്ന സാഹചര്യം. അത് അതീവ ഗൗരവത്തോടെ തന്നെയാണ് DGCയെ കാണുന്നതും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കൊൽക്കത്ത വിമാനത്താവളവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായുള്ള വിവരം പുറത്തുവന്ന ആദ്യ റിപ്പോർട്ട് വന്ന ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണത്തിനായി DGCയെ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ് ഈ വിമാന ദുരന്തം ഉണ്ടായത്.
ഇനി നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. അജി കുഞ്ഞുമോൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അജി, കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ വലിയങ്ങാടി ദുരന്തം ഉൾപ്പെടെ എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് അജി? ഡോക്ടർ ഉന്മേഷ്, വലിയങ്ങാടി ദുരന്തം തന്നെയാണ് ഏറ്റവും പ്രധാന വാർത്തയായി വടക്കൻ കേരളത്തിലുള്ളത്. ഈ വലിയങ്ങാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നലെ 4 പേരാണ് മരണപ്പെട്ടത്. അതിൽ 2 പേർ ചികിത്സയിലുമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതിനകത്ത് 2 പേരുടെ ഖബറടക്കം ഇന്ന് രാവിലെ നടക്കും എന്നുള്ളതാണ്. ഈ വലിയങ്ങാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെയും ഇന്നലെയും കണ്ടതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്നലെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മേയർ ഒ സദാശിവം മാധ്യമങ്ങളെ കാണും. രാവിലെ 9 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. അപ്പോൾ വിശദമായി തന്നെ ഈ കാര്യത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതേസമയം ഇന്ന് BJPയുടെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും നടക്കുന്നുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട PWD കോർപ്പറേഷൻ പൊതുമരാമത്ത് വകുപ്പ് ഇന്ന് വിശദമായി തന്നെ പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. 2024 തന്നെ ഈ കെട്ടിടം പൊളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ തലത്തിൽ അന്ന് പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അടക്കം വലിയ തരത്തിൽ ഉണ്ട്. അപ്പോൾ ഈ കെട്ടിടം പൊളിക്കണമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറിയും ഇന്നലെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിരുന്നു. 2024 തന്നെ അങ്ങനെ ഒരു ഉത്തരവ് നൽകിയതാണ് എന്ന് പറഞ്ഞിരുന്നു. അതേസമയം ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തിൽ വലിയ തരത്തിലുള്ള ആശങ്കകളൊക്കെ തൊഴിലാളികൾക്ക് ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് കോഴിക്കോട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു കെട്ടിടങ്ങളും സമാനമായി വലിയ തകർച്ചയുടെ വക്കിലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ അടിയന്തരമായി ഇടപെടണമെന്നൊക്കെയാണ് ആവശ്യങ്ങൾ ഉയരുന്നത്. ഇതിനിടയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി കൗൺസിൽ വിളിച്ചു ചേർക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ഉന്മേഷ്. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷം SITയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി P. രാജി 24നോട്. ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണത്തിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് അന്തിമമല്ല. അറസ്റ്റിലായവർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് സർക്കാർ പറയുന്നില്ല. ഹൈക്കോടതിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മന്ത്രി P. രാജു പറഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പൂർണ്ണമായിട്ടും മേൽനോട്ടം വഹിക്കുന്നത്. ആ ഘട്ടത്തിൽ ഒരു വിജിലൻസ് കോടതിയുടെ വിധി ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന ഒരു കേസിൽ ഇന്നയാൾ നാളെ ആരാണെങ്കിലും ഇപ്പോൾ ചിലർ പറയും തന്ത്രി ഇങ്ങനെ അല്ല, തന്ത്രിയല്ല, നാളെ വേറൊരാളുടെ ജാമ്യാപേക്ഷയിലും ജാമ്യം കൊടുക്കാതിരിക്കും ചെയ്യാം. കാരണം സ്വാഭാവിക ജാമ്യത്തിൻ്റെ ഉണ്ട്. ഹൈക്കോടതി പറയുന്നു കുറ്റപത്രം സമയത്തിനകത്ത് കൊടുക്കുമ്പോഴതിനേക്കാളും പ്രാധാന്യം ഈ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കുറ്റപത്രം നൽകുക എന്നുള്ളതാണ്. അതാണ് ഹൈക്കോടതിയുടെ പൊസിഷൻ. അപ്പോൾ ഞങ്ങളതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ഭാഗത്തില്ല അത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ കീഴ്ക്കോടതിക്ക് പൊസിഷൻ എടുക്കാം. ഞങ്ങളുടെ പൊസിഷൻ ജാമ്യമാണ്, ബെയിലിസ്ത വെച്ചിട്ട് ഈ ഇത്ര ദിവസം കഴിഞ്ഞു, അതുകൊണ്ട് പൊതുവെ പണ്ടത്തെ വിധിന്യായങ്ങളനുസരിച്ച് കൊടുക്കാം, അവർക്ക് തീരുമാനിക്കാം. പക്ഷേ ഏത് പ്രതിയുടെ ആണെങ്കിലും അതിൻ്റെ ഒരു അവസാനത്തെ വിധി പോലെ ഉള്ളത്, പ്രത്യേകിച്ച് ഹൈക്കോടതി ഏറ്റവും കുറ്റമറ്റതാണ് എന്ന് പറയുന്ന അന്വേഷണത്തിൽ കീഴ്ക്കോടതി സാധാരണ അങ്ങനെ നടത്താറില്ല. വിജിലൻസ് കോടതി സുപ്രീം കോടതി അല്ലല്ലോ. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താ? തന്ത്രി കുറ്റക്കാരനാണോ, അകത്ത് കിടക്കുന്ന ആരെങ്കിലും കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നോ ഞങ്ങൾക്ക് പറയാനില്ല. അല്ല, പക്ഷേ ഇന്നലെ MP ഗോവിന്ദൻ പറഞ്ഞത് പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അല്ല, അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ കേസിന്റെ പൊതുവായ വശം പറയുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കമലേശ്വരം, മണക്കാട്, കുരിയാത്തി, ആറ്റുകാൽ, ഫോർട്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ ഇടവിട്ട് മാത്രമാണ് വെള്ളം ലഭിക്കുന്നത് എന്നാണ് പരാതി. പരാതികൾ കൂടിയതോടെ UDF BJP കൗൺസിലേഴ്സ് ഇന്നലെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. 5 ദിവസത്തിനുള്ളിൽ പരിഹാരമായില്ലെങ്കിൽ തുടർ സമരം നടത്താനാണ് തീരുമാനം. അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ വൈദ്യുതി കേബിളിനും ട്രാൻസ്ഫോർമറിനും ഉണ്ടായ പ്രശ്നമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരമേറ്റ BJP ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് ഇന്നാണ്. രാവിലെ 11 മണിക്ക് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയറുമായ GS ആശാനാഥ് ബജറ്റ് അവതരിപ്പിക്കും. ഇത്തവണ കൂടുതൽ ബജറ്റ് വിഹിതം മാറ്റിവെക്കാനും ജനകീയ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ബജറ്റിന്മേൽ പൊതുചർച്ചയും നടക്കും.
സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 5 ലക്ഷം വീട് പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. പൂജപ്പുര മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും. ലൈഫ് മിഷൻ വഴി ഇതുവരെ അനുവദിച്ച 6,04,046 വീടുകളിൽ 5,364 വീടുകളാണ് പൂർത്തിയായത്. ശേഷിക്കുന്ന 1,03,682 വീടുകളുടെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. രാജ്യത്ത് സർക്കാർ ഭവന പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും അധികം തുക നൽകുന്നത് കേരളമാണ്. പട്ടികവർഗ സങ്കേതങ്ങളിൽ 6 ലക്ഷം രൂപയും ജനറൽ വിഭാഗത്തിന് 4 ലക്ഷം രൂപയുമാണ് കേരളം നൽകുന്നത്. പ്രഖ്യാപന പരിപാടിയുടെ ഭാഗമായി കരകുളം ഗ്രാമപഞ്ചായത്തിലെ ഗൃഹപ്രവേശന ചടങ്ങിൽ രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. ഇനി രാജ്യ തലസ്ഥാനത്തേക്കാണ് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എങ്ങനെ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഡൽഹിയിൽ നിന്ന്? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് ഡൽഹിയിൽ നിന്നും നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വാർത്തകൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ്. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് എതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് സംസ്ഥാന നൽകിയ ഈ ഹർജി പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഹർജിക്കെതിരെ തടസ്സ ഹർജിയും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ ഹൈക്കോടതി റദ്ദാക്കിക്കൊണ്ടുള്ള ഈ നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ് ഹർജിയിൽ പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബജറ്റിൽ വകയിരുത്തിയ പണമാണ് സർവേക്കായി വിനിയോഗിക്കുന്നത് എന്നും അത്തരത്തിലുള്ള നടപടി തടയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുമാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം സർവേക്ക് ആവശ്യമായ ധനകാര്യ അനുമതിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേരള ഹൈക്കോടതി ഈ സർവേ റദ്ദാക്കിയിരുന്നത്. എന്തായിരിക്കും സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം എന്നുള്ളത് നിർണായകമാണ്. ഇതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ പ്രതിയാക്കിയതിനെതിരെ ഒപ്പം തന്നെ ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പങ്കജ് ഭണ്ഡാരി ഈ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ദിബങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കുറ്റകൃത്യത്തിൽ തനിക്ക് പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് പങ്കജ് ഭണ്ഡാരി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ ഇദ്ദേഹത്തിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഇടത് ABVP പ്രവർത്തകർ ഏറ്റുമുട്ടിയതിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സർവകലാശാല. സംഘർഷത്തിനിടെ ക്യാമ്പസിലെ വസ്തുവകകൾക്ക് നഷ്ടമുണ്ടായെന്നും രജിസ്ട്രാർ അറിയിച്ചു. സർവകലാശാലയിൽ പോലീസിൽ പരാതി നൽകും. ഇതിനിടെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ ABVP പോലീസിൽ പരാതി നൽകി. മുഖം മറച്ച 80ഓളം ഇടത് സംഘടനാ പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാണ് പരാതി. ABVPക്കെതിരെ ഇടത് സംഘടനകളും പരാതി നൽകുമെന്ന് അറിയിച്ചു. തേജസ് പോർ വിമാനം അപകടത്തിൽപ്പെട്ടതിന്റെ കാരണം കണ്ടെത്താൻ വ്യോമസേനയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്ന് ബോർഡ് ഓഫ് എൻക്വയറി രൂപീകരിച്ചതായി സേനാവൃത്തങ്ങൾ അറിയിച്ചു. ഫെബ്രുവരി 7-നുണ്ടായ അപകടത്തിന്റെ കാരണം വിശകലനം ചെയ്യുകയാണെന്നും ബോർഡ് അധികൃതർ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് വ്യോമസേനയിലെ എല്ലാ തേജസ് മാർക്ക് 1 വിമാനങ്ങളും മെയിന്റനൻസ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ബോർഡിന്റെ പരിശോധനയ്ക്ക് ശേഷം സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ ആലോചിക്കും. VK ശശികലയുടെ നേതൃത്വത്തിൽ ഇന്ന് തമിഴ്നാട്ടിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചേക്കും. രാമനാഥപുരത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാർട്ടി പ്രഖ്യാപിക്കും എന്നാണ് സൂചന. അണ്ണാ DMKയിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞതോടെയാണ് VK ശശികലയുടെ പുതിയ നീക്കം. VK ശശികലയ്ക്ക് സ്വാധീനമുള്ള 40 മണ്ഡലങ്ങളിൽ പാർട്ടി മത്സരിക്കുമെന്ന് സൂചനയുണ്ട്. അണ്ണാ DMKയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിന് ശക്തമായി തിരിച്ചടി നൽകുകയാണ് VK ശശികലയുടെ ലക്ഷ്യം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷ അനുഭവിച്ചതിനാൽ 2027 ജനുവരി 27 വരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ VK ശശികലയ്ക്ക് അയോഗ്യതയുണ്ട്. കേരള തീരത്ത് ആഴക്കടലിൽ അനധികൃതമായി ലൈറ്റ് ഫിഷിംഗ് നടത്തിയ 3 കർണാടക ബോട്ടുകൾ ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്ന് പിടികൂടി. രാത്രികാല പട്രോളിംഗിനിടെ ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു നടപടി. പിടികൂടിയ ബോട്ടുകൾക്ക് 2.5 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. കടലാവാസ വ്യവസ്ഥയെ തകർക്കുന്ന ലൈറ്റ് ഫിഷിംഗിനെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അധികൃതർ അറിയിച്ചു. ശക്തിയേറിയ സെർച്ച് ലൈറ്റുകൾ ഉപയോഗിച്ച് ആഴക്കടലിലെ മത്സ്യസമ്പത്ത് ഊറ്റിയെടുക്കുന്ന സംഘമാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ രാത്രികാല പരിശോധനയിലാണ് കർണാടക ബോട്ടുകൾ വലയിലായത്. ഉദ്യോഗസ്ഥരെ കണ്ട് വെട്ടിച്ചു കിടന്ന ഒരു ബോട്ടിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. യന്ത്രവൽകൃത ബോട്ടുകളിൽ നിന്ന് അതിശക്തമായ ലൈറ്റുകൾ കടൽ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് മത്സ്യങ്ങളെ ആകർഷിച്ച് പിടിക്കുന്ന രീതിയാണ് ലൈറ്റ് ഫിഷിംഗ്. പ്രധാനമായും കണവ, മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങളെയാണ് ഈ രീതിയിൽ പിടികൂടുന്നത്. കേരളത്തിൽ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ഈ മത്സ്യബന്ധന രീതി സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്.
ലൈറ്റ് ഫിഷിംഗ് നടത്തുമ്പോൾ വലിയ മത്സ്യങ്ങൾക്കൊപ്പം ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങൾ പോലും കൂട്ടത്തോടെ വലയിൽ കുടുങ്ങുന്നത് മത്സ്യസമ്പത്ത് നശിക്കാൻ കാരണമാകുന്നു. ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട്. പിടികൂടിയ ഓരോ ബോട്ടിനും 2.5 ലക്ഷം രൂപ വീതമാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ ലേലം ചെയ്ത് കിട്ടുന്ന തുകയും സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ അതിർത്തി ലംഘിച്ച് ലൈറ്റ് ഫിഷിംഗ് നടത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് കടലിൽ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കാൻ ഫിഷറീസ് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. 24 കണ്ണൂർ. പത്തനംതിട്ട റാന്നി ഐത്തലക്കടവിൽ കുളിക്കാനിറങ്ങി കാണാതായ +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. രാവിലെ 7:30യോടെയാകും തെരച്ചിൽ തുടങ്ങുക. ഇന്നലെ വൈകിട്ടോടെയാണ് മലയാളപ്പുഴ സ്വദേശികളായ ജോഷി, ക്രിസ് എന്നിവരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. സുഹൃത്തിന്റെ വീട്ടിൽ ജന്മദിനം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ഇവർ. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ഇന്നലെ വൈകുന്നേരം ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. ആറ്റുകാൽ അമ്പ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങി. മാർച്ച് 3-നാണ് ആറ്റുകാൽ പൊങ്കാല. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തി. ക്ഷേത്രമുന്നിലെ പാട്ടുപുരയിൽ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ ചരിതം പാടി തോറ്റംപാട്ട് തുടങ്ങിയതോടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് തുടക്കമായി. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷം. ഉത്സവത്തിന്റെ 9ാം ദിവസമായ മാർച്ച് 3-നാണ് ആറ്റുകാൽ പൊങ്കാല. ദേവിയെ തൊഴാനായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇവിടേക്കെത്തും. അമ്പ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം നടൻ മോഹൻലാൽ നിർവഹിച്ചു. തുടർന്ന് ഇക്കൊല്ലത്തെ അമ്പ പുരസ്കാരം ട്രസ്റ്റ് ഭാരവാഹികൾ മോഹൻലാലിന് നൽകി. എൻ്റെ അമ്മ ശ്രീ ആറ്റുകാൽ ദേവിയുടെ കറതീർന്ന ഒരു ഭക്തയായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും സന്തോഷിക്കുക അമ്മയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്രയോ വർഷങ്ങൾ അമ്മ പൊങ്കാല സമർപ്പിച്ചു. ഏറെ ആരാധിക്കുന്ന ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റത്ത് ഈ ചടങ്ങിൽ നിൽക്കുന്നത് സുഹൃതമായി തന്നെ അമ്മ കണക്കാക്കുമായിരുന്നു. മാർച്ച് 3-ന് രാവിലെ 9:45-ന് അടുപ്പുവെട്ടോടെ പൊങ്കാല ആരംഭിക്കും. പൊങ്കാല ദിനത്തിൽ വലിയ സുരക്ഷാ സംവിധാനമാണ് തലസ്ഥാന നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കിസാൻ മഹാപഞ്ചായത്ത് ഇന്ന് ഭോപ്പാലിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കിസാൻ മഹാപഞ്ചായത്ത് ആരംഭിക്കുക. ഭോപ്പാലിലെ ലാൽ പരേഡ് ഗ്രൗണ്ടിലാണ് കിസാൻ മഹാപഞ്ചായത്ത്. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനത്തിനായി കാസർഗോഡ് കാഞ്ഞങ്ങാട് ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് സംരംഭത്തിന്റെ ആദ്യഘട്ടം ജൂണിൽ പ്രവർത്തനം തുടങ്ങും. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലാണ് സെന്റർ ആരംഭിക്കുന്നത്. മടിക്കയിൽ 22 ഏക്കർ സ്ഥലത്താണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് അഥവാ IIPD ഒരുങ്ങുന്നത്. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനത്തിനായുള്ള ഈ കേന്ദ്രം. ആദ്യഘട്ടം ജൂണിൽ പ്രവർത്തന സജ്ജമാകും. ഏർലി ഇന്റർവെൻഷൻ സെന്റർ, തെറാപ്പി യൂണിറ്റുകൾ, കലാപരിശീലന സമുച്ചയം, ഓഫീസ് സംവിധാനങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഇതൊരു ഗ്ലോബൽ മോഡൽ ആയിട്ട് കെട്ടിപ്പടുക്കാൻ പോകുന്ന ഒരു സൗധമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന IIPD എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു സംഭവമല്ല. നേരെമറിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ അടക്കമുള്ള ഭിന്നശേഷിക്കാർക്ക് ഒരു ഏറ്റവും വലിയ രീതിയിലേക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 1 രൂപ പോലും ഒരു ഫാമിലിയിൽ നിന്ന് പോലും പ്രതിഫലമായിട്ട് മേടിക്കാതെയായിരിക്കും നടത്തിക്കൊണ്ടുപോകുക. 120 ഭിന്നശേഷി കുട്ടികളെയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ പ്രവേശിപ്പിക്കുക. തെറാപ്പി സംവിധാനം ഉൾപ്പെടെ എല്ലാം സൗജന്യമാണ്. 2029 പദ്ധതി പൂർത്തിയാക്കുന്നതോടെ 1000-ലധികം ഭിന്നശേഷിക്കാർക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകാൻ കഴിയും. 121 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനമായി IIPD മാറും. 24 കാസർഗോഡ്.
കൊല്ലം മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ ആശുപത്രി അത്യാസന്ന നിലയിലായിട്ട് വർഷങ്ങളായി. പുറംമിനുക്കല്ലാതെ കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടക്കാറില്ല. ഒരു അപകടം സംഭവിക്കുന്നത് അധികൃതരുടെ കണ്ണിലെത്താൻ സാധ്യതയില്ലാത്ത മയ്യനാടിലെ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ശോച്യാവസ്ഥയിലേക്ക്. എത്തുന്ന രോഗികൾക്ക് മുന്നേ ചികിത്സ നൽകേണ്ട ഒരു ആശുപത്രിയുണ്ട് കൊല്ലം ജില്ലയിൽ. വെറും ചികിത്സയല്ല, അടിയന്തര ശസ്ത്രക്രിയ നൽകേണ്ട ആശുപത്രിയാണ്. പറഞ്ഞു വരുന്നത് മയ്യനാടുള്ള ഫാമിലി ഹെൽത്ത് സെന്ററിനെ കുറിച്ചാണ്. മുൻവശം കണ്ടാൽ സംശയം തോന്നാം, എന്താണ് ഈ ആരോഗ്യ കേന്ദ്രത്തിന് പ്രശ്നമെന്ന്. എന്നാൽ പ്രശ്നം കണ്ടെത്തണമെങ്കിൽ പുറകുവശത്തേക്ക് നോക്കണം. അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ആശുപത്രി കെട്ടിടം റിട്ടയർമെന്റ് സൂചന നൽകുന്നുണ്ട്. അവശനില പുറമേ തന്നെ കാണിക്കുന്നുമുണ്ട്. പക്ഷേ അതാരും കാണുന്നില്ല. മേജർ സർജറി വേണ്ട കേസ്. പെയിൻ കില്ലർ നൽകി ഒതുക്കുകയാണ് ബന്ധപ്പെട്ടവർ. ഈ ആശുപത്രിയുടെ അവസ്ഥ പരമദയനീയമാണ്. വെന്റിലേറ്ററിലാണെന്ന് വേണമെങ്കിൽ പറയാം. അടിയന്തരമായിട്ട് ഈ ആശുപത്രി പൊളിച്ചു മാറ്റി ഇതിനെ ഒരു നവീകരണം നടത്തണമെന്നാണ്. കാരണം ഇത് പുതുക്കി പണിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടും. ഇതിൽ മെയിൻ്റനൻസും ചെയ്യാൻ വയ്യാത്ത രീതിയിലാണ് ഇത് അടർന്നു പോയിരിക്കുന്നത്. ഇത് ഏത് നിമിഷമാണ് തകർന്ന് വീഴുമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അകത്തേക്ക് കയറിയാൽ ചെടികളുടെ വള്ളിപ്പടർപ്പുകൾ ജനാല വഴി ടോയ്ലറ്റിലേക്ക് എത്തി നോക്കുന്ന പോലുള്ള കാഴ്ച കാണാം. ഇത് സ്ത്രീകളുടെ വാർഡിൽ നിന്നുള്ള കാഴ്ചയാണ്. സൂപ്രണ്ടിന്റെ ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതും ഇതേ കെട്ടിടത്തിൽ. ആശുപത്രിയുടെ പുനരുദ്ധാരണം ഉറപ്പു നൽകുകയാണ് പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി. ഹോസ്പിറ്റലിൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ വളരെ ശോചനീയ അവസ്ഥയിലാണ്. കെട്ടിടത്തിൻ്റെ നിർമ്മാണം അത് കുറേ പഴക്കമുണ്ട്. അപ്പം ഇത്രയും വർഷമായിട്ടും ആ കെട്ടിടത്തിന് ഇതുവരെ ഒരു പുരോഗമനം ഒന്നും വന്നിട്ടില്ല. അപ്പം പുതിയ ഞങ്ങളുടെ ഭരണസമിതി അതിന് മാറ്റം വരുത്തണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ജനങ്ങളെ അറിയിക്കുന്നു. കാര്യം ഗൗരവമുള്ളതാണ്. ജീവൻ രക്ഷിക്കേണ്ട ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും ഇങ്ങനെ ജീവനെടുക്കുന്ന രീതിയിൽ തുടരുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. കുറച്ചധികം പണം ചെലവായാലും സർക്കാർ ആശുപത്രികളിലേക്ക് ഞങ്ങൾ ഇല്ലേ എന്ന് പറയുന്ന പൊതുജനങ്ങളെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും സർ? സിസ്റ്റം ഫെയിലിയർ ആണ് മിനിസ്റ്റർ. സൂര്യഗായത്രി, 24 കൊല്ലം. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്.